നമുക്ക് ഈ വീഡിയോയിൽ പി എൻ ജംഗ്ഷൻ്റെ വർക്കിംഗ് നോക്കാം. പി എൻ ജംഗ്ഷൻ ബൈ ജോയിനിങ് ദ പീസ് ഓഫ് എ പി ടൈപ്പ് സെമി കണ്ടക്ടർ ടു എ പീസ് ഓഫ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എ പി എൻ ജംഗ്ഷൻ ഈസ് ഫോംഡ്. ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പും കൂടെ ജോയിൻ ചെയ്യുക. ഇറ്റ് ഈസ് എ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എനി സെമി കണ്ടക്ടർ ഡിവൈസസ് ആൻഡ് ഈസ് കോൾഡ് സെമി കണ്ടക്ടർ ഡയോഡ്. നമ്മൾ ഈ സെമി കണ്ടക്ടർ ഡിവൈസ് എടുത്താലും ഒരു പി എൻ ജംഗ്ഷൻ ആയിരിക്കും അതിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്. അപ്പോൾ നമ്മളതിനെ പറയുന്ന പേരാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഡയോഡ് എന്ന് പറയും. അതിൻ്റെ ഫിഗർ നോക്കുക. ഒരു പി ടൈപ്പ് സിലിക്കൺ, എൻ ടൈപ്പ് സിലിക്കൺ. പി ടൈപ്പ് സിലിക്കൺ ആനോഡാണ്, അതായത് അതിന് പോസിറ്റീവ് ചാർജാണ്. എൻ ടൈപ്പ് സിലിക്കൺ കാഥോഡ്, അത് നെഗറ്റീവ് ചാർജ്. അതിൻ്റെ ഫിഗർ സിമ്പിൾ നോക്കുക, ആനോഡ് ആൻഡ് കാഥോഡ്. ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പി എൻ ജംഗ്ഷൻ ഈസ് എബിലിറ്റി ടു കണ്ടക്ട് കറണ്ട് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. അപ്പോൾ ഒരു പി എൻ ജംഗ്ഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പെക്യുലാരിറ്റി എന്ന് പറയുകയാണെങ്കിൽ കറണ്ട് അതിന് ഒരു വശത്തേക്ക് മാത്രമേ കണ്ടക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആൻഡ് ഓഫേഴ്സ് ഹൈ റെസിസ്റ്റൻസ് ഇൻ അതർ ഡയറക്ഷൻ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അത് വളരെ ഹൈ റെസിസ്റ്റൻസ് കറണ്ട് സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം നമുക്ക് എന്ത് ചെയ്യും, കറണ്ട് സപ്ലൈ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നോക്കുക, പി എൻ ജംഗ്ഷൻ വിത്ത് നോ എക്സ്റ്റേണൽ വോൾട്ടേജ്. ഇതിന് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു പി എൻ ജംഗ്ഷൻ, നമ്മുടെ കയ്യിൽ ഒരു പി ഉണ്ട്, ഒരു എൻ ഉണ്ട്. നമ്മൾ ആ പിയും എന്നും കൂടെ എടുത്ത് കൂട്ടി യോജിപ്പിച്ച് വെക്കുന്നു. അതാണ് പി എൻ ജംഗ്ഷൻ വിത്ത് നോ എക്സ്റ്റേണൽ വോൾട്ടേജ്. നമ്മളൊരു പിയും എന്നും എടുത്ത് അടുപ്പിച്ച് വെക്കുന്നു. നമുക്ക് ഫിഗർ നോക്കുക. പി റീജിയൻ, അതിനകത്ത് ആക്സെപ്റ്റർ അയോൺ ഉണ്ട്, അതായത് പോസിറ്റീവ് ചാർജ്, ഡോണർ അയോൺ. ആക്സെപ്റ്റർ അയോൺ നെഗറ്റീവ് ചാർജാണ് ഞാൻ പറഞ്ഞത്, പി റീജിയൻ്റെ ചാർജാണ് പറഞ്ഞത്. ഡോണർ അയോൺ അതിന് പോസിറ്റീവ് ചാർജ്. എൻ റീജിയൻ, എന്നിനകത്ത് തന്നെ എന്നിനകത്ത് ഡാർക്കായിട്ട് കാണിച്ചിരിക്കുന്നത് ആണ് ഇലക്ട്രോൺസ്. ഹോളായിട്ട് കാണിച്ചിരിക്കുന്നതാണ്, ആ വേക്കൻറ്റ് സൈറ്റാണ് ഹോളായിട്ട് കാണിച്ചിരിക്കുന്നത്. അത് കണക്ക് പി റീജിയനിൽ ഹോളായിട്ട് കാണിച്ചിരിക്കുന്ന ഹോൾസാണ്, ഡാർക്ക് റീജിയൻ കാണിച്ചിരിക്കുന്നത് ഇലക്ട്രോൺസ് ആണ്, അതായത് മൈനോറിറ്റി ക്യാരിയേഴ്സ്. അപ്പോൾ പി റീജിയനിലെ മെജോറിറ്റി ക്യാരിയേഴ്സ് ഹോൾസ് ആയിരിക്കും, എൻ റീജിയനിലെ മെജോറിറ്റി ക്യാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയിരിക്കും. നോക്കുക, അവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ എന്നൊരു റീജിയൻ അത് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ പഠിക്കുന്നത് പി എൻ ജംഗ്ഷൻ വിത്ത് നോ എക്സ്റ്റേണൽ വോൾട്ടേജ്. മിക്കവാറും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഹൗ എ ഡിപ്ലീഷൻ റീജിയൻ ഈസ് ഫോംഡ് ഇൻ എ പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഇതെങ്ങനെ ഫോം ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു പിയും ഒരു എന്നും എടുത്ത് കൂട്ടി യോജിപ്പിച്ച് പോകുന്നു. ആ ജംഗ്ഷനിൽ അവിടെ എന്തുണ്ട്, ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് എന്ത് ചെയ്യും, റീകമ്പൈൻ ചെയ്യും. കോമ്പിനേഷൻ നടത്തിയിട്ട് അതങ്ങ് മാറിപ്പോകുമ്പോൾ അവിടെ പിന്നെ ഉണ്ട്, ഒരു ഇമ്മൊബൈൽസ് അയോൺസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു റീജിയനെ പറഞ്ഞ പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. എന്ന് വെച്ചാൽ അതിന് ആ റീജിയനിലെ ആ ജംഗ്ഷൻ്റെ തൊട്ടപ്പുറത്തുള്ള റീജിയനിലെ ഇലക്ട്രോൺസ് ഹോൾസും റീകമ്പൈൻ ചെയ്തു. അങ്ങനെ അവിടെ എന്തുണ്ട്, ഇലക്ട്രോൺസ് ഹോൾസും ഡിപ്ലീറ്റ് ആയിപ്പോയി. അങ്ങനെ നമ്മൾ അതിനെ പറഞ്ഞ പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. ഈ തിയറി നോക്കാം. പി എൻ ജംഗ്ഷൻ നോ എക്സ്റ്റേണൽ വോൾട്ടേജ്. ഹോൾസ് ഫ്രം ദ പി സൈഡ് ഡിഫ്യൂസ് ഇൻ ടു ദ എൻ സൈഡ് വെയർ ദേ കമ്പൈൻ വിത്ത് ഫ്രീ ഇലക്ട്രോൺ. അപ്പം പി സൈഡിലെ ഹോൾസും എൻ സൈഡിലെ ഇലക്ട്രോൺ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യുന്നു. ഫ്രീ ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ഫ്രം എൻ സൈഡ് ടു പി സൈഡ് ടു കമ്പൈൻ വിത്ത് ഹോൾസ്. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺ എൻ സൈഡിൽ നിന്നും പി സൈഡിൽ നിന്നുള്ള ഹോളിനോട് കമ്പൈൻ ചെയ്യുന്നു. ഈച്ച് റീകോമ്പിനേഷൻ ഡിപ്ലീറ്റ്സ് ദ ഹോൾസ് ആൻഡ് ഫ്രീ ഇലക്ട്രോൺസ് നിയർ ജംഗ്ഷൻ ആൻഡ് കണ്ടെയ്ൻസ് ഓൺലി ദ ഇമ്മൊബൈൽ അയോൺസ് ആൻഡ് ഡിവോയ്ഡ് ഓഫ് ഫ്രീ ക്യാരിയേഴ്സ്. അപ്പോൾ ആ ജംഗ്ഷനിൽ പിന്നെ എന്തുണ്ട്, ആ ജംഗ്ഷനിലുള്ള ഹോൾസും ഇലക്ട്രോൺസും ഡിപ്ലീറ്റ് ആയി പോകും. പിന്നെ അവിടെ എന്തുണ്ട്, ഇമ്മൊബൈൽ അയോൺസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ റീജിയനെ പറഞ്ഞ പേരാണ് ഡിപ്ലീഷൻ റീജിയൻ അല്ലെങ്കിൽ സ്പേസ് ചാർജ് റീജിയൻ. നോക്കുക, ആ റീജിയനെ പറഞ്ഞ പേരാണ് ഡിപ്ലീഷൻ റീജിയൻ അല്ലെങ്കിൽ സ്പേസ് ചാർജ് റീജിയൻ. അടുത്തത്, ദ ഇലക്ട്രിക് ഫീൽഡ് ഫോംഡ് ഇൻ ദ ഡിപ്ലീഷൻ റീജിയൻ ക്രിയേറ്റ്സ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ജംഗ്ഷൻ ഈസ് കോൾഡ് ബാരിയർ പൊട്ടൻഷ്യൽ. നമുക്ക് അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ബാരിയർ പൊട്ടൻഷ്യൽ. എങ്ങനെയാണ് ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഈ നടുക്ക് ക്രിയേറ്റ് ആവുന്നത് വെച്ചാൽ, പിന്നെ നമുക്കറിയാം ഈ ഡിപ്ലീഷൻ റീജിയൻ അവിടെ ഇലക്ട്രോൺസും ഹോൾസും പോയി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്, ഇമ്മൊബൈൽ അയോൺസ് മാത്രമേ ഉള്ളൂ. ഈ ഇമ്മൊബൈൽ അയോൺസ് തൊട്ടപ്പുറത്തും ഇപ്പുറത്തുനിന്നുള്ള ഇലക്ട്രോൺസിനെയും ഹോൾസിനെയും ജംഗ്ഷനിലോട്ട് കടന്നു വരാതെ അവരൊരു ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് കാരണം അവിടെ ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ആവും. നമ്മൾ അതിനെ പറഞ്ഞ പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഇലക്ട്രിക് ഫീൽഡ് ഫോംഡ് ഇൻ ദ ഡിപ്ലീഷൻ റീജിയൻ ക്രിയേറ്റ്സ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ജംഗ്ഷൻ ഈസ് കോൾഡ് ബാരിയർ പൊട്ടൻഷ്യൽ. അത് 0.7 വോൾട്ട് സിലിക്കണും 0.3 വോൾട്ട് ഫോർ ജെർമേനിയുമാണ്. അപ്പോൾ നോക്കുക, ഈ ബാരിയർ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ആവുമ്പോൾ ബാരിയർ പൊട്ടൻഷ്യലോടെ ക്രിയേറ്റ് ആവും. എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഈ ജംഗ്ഷൻ ആയിക്കഴിഞ്ഞാൽ അവിടെ ഇമ്മൊബൈൽസ് അയോൺസ് മാത്രമേ ഉള്ളൂ. അത് ഇലക്ട്രോൺസ് ഹോൾസും ഡിപ്ലീറ്റ് ആയിപ്പോയി. അപ്പോൾ ആ ഇമ്മൊബൈൽ അയോൺസ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് ഫർദർ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസിനെ അത് ഒപ്പോസ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ പറഞ്ഞ പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ. നമുക്ക് അടുത്ത പഠിക്കേണ്ടത്
ഫോർവേഡ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ. നമുക്കൊരു ഫോർവേഡ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ നമ്മൾ എങ്ങനെ വർക്കിംഗ് എന്ന് നോക്കാം. ഈ ഫോർവേഡ് ബയസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. പി റീജിയൻ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്. ഒരു പി റീജിയൻ നമ്മൾ പോസിറ്റീവ് സപ്ലൈ കൊടുക്കുന്നു, അതായത് അതേസമയം എൻ റീജിയൻ നമ്മളൊരു നെഗറ്റീവ് സപ്ലൈ കൊടുക്കുന്നു. പി റീജിയൻ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ആൻഡ് എൻ റീജിയൻ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്. നമ്മൾ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും ബാരിയർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് വളരെ കുറവായിരിക്കും. നോക്കുക, ദ വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ ഡിക്രീസസ് ഡ്യൂ ടു ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് അപ്രോച്ചിങ് ദ ജംഗ്ഷൻ. നമ്മളൊരു ഫോർവേഡ് ബയാസിൽ കൊടുക്കുമ്പോൾ അതിന് ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് വളരെ കുറവായിരിക്കും. എങ്ങനെ? ഹോൾസും ഇലക്ട്രോൺസും കൂടെ ആ ജംഗ്ഷനിലോട്ട് വരുന്നതുകൊണ്ട്. അപ്പം ബാരിയർ പൊട്ടൻഷ്യൽ ഡിക്രീസസ് ഡ്യൂ ടു റിഡക്ഷൻ ഓഫ് ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്ത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും പി റീജിയനിൽ ഹോൾസും എൻ റീജിയനിൽ ഇലക്ട്രോൺസും. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പി ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവും എൻ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ആകുമ്പോൾ ഈ പോസിറ്റീവ് ചാർജ് പി റീജിയനെ റിപ്പൽ ചെയ്യുകയും നെഗറ്റീവ് ചാർജ് എൻ റീജിയനെ റിപ്പൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഇലക്ട്രോൺസിൻ്റെ ഹോൾസിൻ്റെ ഫ്ലോ ഉണ്ടാവും. അവിടെ അങ്ങനെ ഫ്ലോ ഉണ്ടായിട്ട് അവിടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഇത്രയും മാത്രമേ ഉള്ളൂ ഒരു ഫോർവേഡ് ബയസ് പി എൻ ജംഗ്ഷൻ്റെ വർക്കിംഗ്. നോക്കുക, the holes get repelled from positive terminal and electrons from negative terminal will move towards junction and width of the depletion region is reduced. അപ്പം ഹോൾസിനെ പോസിറ്റീവ് ടെർമിനൽ റിപ്പൽ ചെയ്യും, ഇലക്ട്രോൺസിനെ നെഗറ്റീവ് ടെർമിനൽ റിപ്പൽ ചെയ്യും. അങ്ങനെ ഇലക്ട്രോൺസിനെ ഹോൾസിനെ കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെ ഡിപ്ലീഷൻ്റെ വിഡ്ത്ത് കുറയും. The potential barrier is reduced and eliminated completely at a particular voltage. Potential barrier reduce ചെയ്യുകയും അത് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ആവുകയും ചെയ്യും. ആസ് എ റിസൾട്ട് മോർ മെജോറിറ്റി കാരിയേഴ്സ് ഡിഫ്യൂസ് അക്രോസ് ജംഗ്ഷൻ. അതുകൊണ്ട് എന്ത് ചെയ്യും? ജംഗ്ഷനിലേക്ക് കൂടുതലായിട്ട് മെജോറിറ്റി കാരിയേഴ്സ്, അതായത് ഇലക്ട്രോൺസ് ഹോൾസിൻ്റെ ഫ്ലോ ഉണ്ടാവുകയും ചെയ്യും. The junction offers low resistance to the current flow and magnitude of the current depends on the applied voltage. അപ്പോൾ ജംഗ്ഷൻ ഈ കറണ്ട് ഫ്ലോയ്ക്ക് വളരെ ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ നമ്മൾ കറണ്ടിനെ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട് ഡിപ്പെൻസ് ഓൺ അപ്ലൈഡ് വോൾട്ടേജ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിന് ഡിപ്പെൻഡ് ആയിരിക്കും നമ്മൾ കിട്ടുന്ന കറണ്ട് ഫ്ലോ. അടുത്ത് നോക്കുക, റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ. നമ്മൾ ഈ ഫിഗർ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. പി ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ആൻഡ് എൻ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്. വേറൊരു വ്യത്യാസം എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ദ ഫോർവേഡ് ബയസ് ജംഗ്ഷൻ ഇതിനകത്തെ ഡിപ്ലീഷൻ്റെ വിഡ്ത്ത് വളരെ കൂടുതലാണ്. അതാണ് കാണിച്ചിരിക്കുന്നത് വൈഡൻഡ് ഡിപ്ലീഷൻ റീജിയൻ. അതായത് ബാരിയർ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ആവുകയും ജംഗ്ഷനിലോട്ട് ഇലക്ട്രോൺസും ഹോൾസും വരാതിരിക്കുകയും ചെയ്യുന്നു. അതെങ്ങനെ വരാതിരിക്കുന്നു? പി ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവാണ്. അപ്പോൾ ആ നെഗറ്റീവ് ചാർജ് പി റീജിയനിലുള്ള ഹോൾസിനെ, അതായത് പോസിറ്റീവ് ചാർജിനെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. എൻ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്. അപ്പോൾ എന്നിലുള്ള ഇലക്ട്രോൺസ് ഈ പോസിറ്റീവ് ചാർജ് അട്രാക്റ്റ് ചെയ്യുകയും ഡിപ്ലീഷൻ്റെ വിഡ്ത്ത് കൂടുകയും ചെയ്യുന്നു. നോക്കുക, റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ. The majority carriers move away from the junction and the width of the depletion is increased. Majority carriers ജംഗ്ഷന് മൂവ് ആയി പോവുകയും ഡിപ്ലീഷൻ്റെ വിഡ്ത്ത് കൂടുകയും ചെയ്യുന്നു. ബാരിയർ പൊട്ടൻഷ്യൽ ഈസ് ഇൻക്രീസ്ഡ്. അവിടെ ബാരിയർ പൊട്ടൻഷ്യൽ കൂടുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അപ്പുറത്തും ഇപ്പുറത്തുനിന്നുള്ള ഇലക്ട്രോൺസും ഹോൾസും ജംഗ്ഷനിലേക്ക് വരാതിരിക്കുകയും ചെയ്യുന്നു. ആൻഡ് ജംഗ്ഷൻ ഓഫേഴ്സ് ഹൈ റെസിസ്റ്റൻസ്. നോ കറണ്ട് ഫ്ലോസ് ഡ്യൂ ടു മെജോറിറ്റി കാരിയേഴ്സ്. മെജോറിറ്റി കാരിയറിൻ്റെ പ്രസൻസ് ഇല്ല, അതുകൊണ്ട് അവിടെ കറണ്ട് ഫ്ലോ ഇല്ല. എ സ്മോൾ കറണ്ട് ഡ്യൂ ടു മൈനോറിറ്റി കാരിയേഴ്സ് നോൺ ആസ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അവിടെ നമ്മൾ ഇലക്ട്രോൺസ് ഹോൾസും ജംഗ്ഷനിൽ നിന്ന് മാറിപ്പോയാലും അവിടെ മൈനോറിറ്റി കാരിയർ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അതായത് പി റീജിയനിൽ വളരെ കുറച്ച് ഇലക്ട്രോൺസ് കാണും, അതാണ് മൈനോറിറ്റി കാരിയർ. എൻ റീജിയനിൽ വളരെ കുറച്ച് ഹോൾസും കാണും. അപ്പോൾ ഇതിൻ്റെ പ്രസൻസ് കാരണം അവിടെ റിവേഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യും. ആ കാരണം പറഞ്ഞ പേരാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഫ്ലോസ് ത്രൂ ജംഗ്ഷൻ. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്യും? ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് കൂടുകയും ചെയ്യുന്നു. അടുത്തത് പഠിക്കാനുള്ളത് ഈ പി എൻ ജംഗ്ഷൻ്റെ വി ഐ ക്യാര, അതായത് ഫോർവേഡിൻ്റെയും റിവേഴ്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ്. നോക്കുക, cut in or knee voltage. The voltage at which the current starts to conduct rapidly in a forward biased PN junction. നമ്മളൊരു പി എൻ ജംഗ്ഷൻ സപ്ലൈ കൊടുക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ മാത്രമേ ഡിപ്ലീഷൻ റീജിയൻ ബാരിയർ പൊട്ടൻഷ്യൽ ബ്രേക്ക് ആയിട്ട് ഡിപ്ലീഷൻ്റെ വിഡ്ത്ത് കുറയത്തുള്ളൂ. അപ്പോൾ ആ ഒരു വോൾട്ടേജിനെ പറഞ്ഞ പേരാണ് കട്ടിൻ അല്ലെങ്കിൽ നീ വോൾട്ടേജ്. അത് സിലിക്കണിന് 0.7 വോൾട്ടും ജെർമേനിയത്തിന് 0.3 വോൾട്ടും ആയിരിക്കും. നിങ്ങളുടെ ഫിഗർ നോക്കുക, അത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. പി ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവും എൻ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവുമാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഒരു വോൾട്ട് മീറ്ററും മൈക്രോ അമ്മീറ്ററും കാണിച്ചിരിക്കുന്നത്, മില്ലി അമ്മീറ്ററും കാണിച്ചിരിക്കുന്നത് നമ്മൾ കറണ്ട് മെഷർ ചെയ്യാനും വോൾട്ടേജ് മെഷർ ചെയ്യാനും. അടുത്ത് നോക്കുക, റിവേഴ്സ് ക്യാര, എ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ദ റിവേഴ്സ് വോൾട്ടേജ് അറ്റ് വിച്ച് കറണ്ട് ഇൻക്രീസ് റാപ്പിഡ്ലി ഇൻ റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ. ഒരു റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷനിൽ ഈ മൈനോറിറ്റി കാരിയറിൻ്റെ പ്രസൻസ് കാരണം അവിടെ ഒരു
റിവേഴ്സ് വോൾട്ടേജ് അല്ലെങ്കിൽ റിവേഴ്സ് കറണ്ട് ഉണ്ടാകുന്നു. അതിനെ പറഞ്ഞ പേരാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. നോക്കുക, ഇതിനകത്ത് ഫിഗർ കാണാൻ പറ്റും. നിങ്ങൾ ഈ റിവേഴ്സും ഫോർവേഡും വരയ്ക്കുമ്പോൾ ഒന്നീ പൊട്ടൻഷ്യൽ മാറ്റി കൊടുക്കുക. അതായത് പി ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവും എൻ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവുമാണ് ഒരു ഫോർവേഡ് ബയാസിനകത്ത്. ആ സമയത്ത് റിവേഴ്സിനകത്ത് പി ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവും എൻ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്. അപ്പോൾ എന്ത് വേണം, നമ്മൾ ഈ ഡയോഡിൻ്റെ സിമ്പൽ അങ്ങ് മാറ്റി വരയ്ക്കുക മാത്രം, ഡയോഡ് അങ്ങ് തിരിച്ചു വരയ്ക്കുക മാത്രം മതി. ഈ സർക്യൂട്ടിനകത്ത് ഫോർവേഡിൻ്റെ സർക്യൂട്ടിന് ഡയോഡ് മാറ്റി വരയ്ക്കുക, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ മാറ്റി കൊടുക്കുക. അതിനകത്ത് കാണിച്ചിരിക്കുന്നത് റിവേഴ്സ് ക്യാരയ്ക്കകത്ത് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒരു മൈക്രോ അമ്മീറ്ററാണ്. മൈക്രോ അമ്മീറ്റർ കൊടുക്കാൻ കാരണം അവിടെ കറണ്ട് ഫ്ലോ വളരെ ചെറിയ റിവേഴ്സ് കറണ്ടേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് മൈക്രോ അമ്മീറ്റർ കൊടുത്തിരിക്കുന്നത്. നോക്കുക, അടുത്ത് വി ഐ ക്യാര ഓഫ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഒരു വി ഐ ക്യാര നമ്മൾ പഠിച്ചിരിക്കണം. റൈറ്റ് കാണുന്ന പോസിറ്റീവ് കോർണറിൽ കാണിച്ചിരിക്കുന്നത് ഫോർവേഡ് ക്യാരയും റിവേഴ്സ് കോർണറിൽ കാണിച്ചിരിക്കുന്നത് റിവേഴ്സ് ക്യാരയാണ്. അപ്പോൾ ഫോർവേഡ് ക്യാരയും റിവേഴ്സ് ക്യാരയും. അപ്പോൾ വി ഡി കാണിക്കുക ബയാസ് വോൾട്ടേജ് ആണ് കാണിക്കുന്നത് വി ഡി. ഐ ഡി കറണ്ട് ത്രൂ ഡയോഡ്, ഡയോഡ് പോകുന്ന കറണ്ടാണ് ഐ ഡി. ഐ ഡി ഈസ് നെഗറ്റീവ് ഫോർ റിവേഴ്സ് ബയാസ്. നമുക്കറിയാം റിവേഴ്സ് ബയാസിൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് അവിടെ നെഗറ്റീവ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് പോസിറ്റീവ് ഫോർ ഫോർവേഡ് ബയാസ്. ഐ ഡി പോസിറ്റീവാണ് ഫോർവേഡ് ബയാസിന്, എന്നാൽ ഐ ഡി നെഗറ്റീവാണ് റിവേഴ്സ് ബയാസ്. ഐ എസ് എന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ കറണ്ട്. ഒരു പർട്ടിക്കുലർ കറണ്ട് എത്തിയ സാച്ചുറേഷൻ ആകാണ് സാച്ചുറേഷൻ കറണ്ട്. വി ബി ആർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, വി 5 എന്ന് പറഞ്ഞാൽ ബാർ പൊട്ടൻഷ്യൽ വോൾട്ടേജ്. ആ ഫിഗർ നോക്കുക, ഈ ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്രാഫ്. അടുത്തതായിട്ട് നമുക്ക് അടുത്ത പഠിക്കാനുള്ളതാണ് ഡയോഡ് കറണ്ട് ഇക്വേഷൻ. നമ്മൾ ഈ ഡയോഡ് കറണ്ട് ഇക്വേഷൻ പഠിക്കുമ്പോൾ ഈ ഡയോഡ് കറണ്ട് ഇക്വേഷൻ ഒരു ടൈമിൽ KTUവിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു, വാട്ട് ഈസ് ഡയോഡ് കറണ്ട് ഇക്വേഷൻ. നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ ഇക്വേഷൻ മാത്രം എഴുതുക, മാർക്ക് അനുസരിച്ച് ഇക്വേഷൻ മാത്രം എഴുതുക, പിന്നെ ഓരോന്നും എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താണ് ഇക്വേഷൻ? I = I0 × e⁻⁻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 ⁻
ഓർ ലീക്കേജ് കറണ്ട് ഡ്യൂ ടു ഫ്ലോ ഓഫ് മൈനോറിറ്റി കാരിയർ. അപ്പം ഒരു റിവേഴ്സ് ബയാസ് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റിവേഴ്സ് കറണ്ടിനെ പറഞ്ഞ പേരാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് മൈനോറിറ്റി കാരിയർ. അതാണ് I0 കാണിച്ചിരിക്കുന്നത്. വി എന്താണ്? അപ്ലൈഡ് വോൾട്ടേജ്. നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് വോൾട്ടേജ് ആണ് വി. ഈറ്റ എ കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പം ഈ I0 QV ബൈ e⁻ KT-1. അപ്പം ഈറ്റ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് ജെർമേനിയത്തിന് 1 ആയിരിക്കും, സിലിക്കണിന് 2 ആയിരിക്കും. Q എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ചാർജ്. K എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റ്. T അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. VT = KT/Q ആണ്. അറ്റ് റൂം ടെമ്പറേച്ചർ T 300 കെൽവിനും VT 26 mV ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് PN ജംഗ്ഷൻ്റെ നമ്മൾ സെക്കൻഡ് പാർട്ട് നമ്മൾ പഠിച്ചത്.